പിടിച്ചു നിലനിൽക്കുന്നിടത്ത് രാത്രിയിൽ ഞങ്ങളെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാവായ്പ കൊണ്ടുള്ള സമരം. ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്, ആദ്യം ഞങ്ങളാ പറഞ്ഞത് ഭേദഗതി വരുത്തണം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഇവിടെയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായി? ഇതല്ല പ്രശ്നം. പ്രശ്നത്തെ ഗൗരവത്തോടുകൂടി ഗവൺമെന്റ് കാണുന്നില്ല. ആ വീടിന്റെ ബാക്കിൽ കൂടിയാണ് കയറിപ്പോയി. ആ വീടിന്റെ തൊട്ട ബാക്കിൽ കൂടിയാണ് ഇപ്പൊ കടുവ പോയിന്നാണ് ഇപ്പൊ കണ്ടവര് പറയുന്നത്. ആ വീടിന്റെ തൊട്ട പുറകെ കൂടെയാണ്. ആളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റൂല. ഇവിടെയാണ് ശരിക്കും സ്കൂട്ടി എടുത്തിട്ട് ഓൻ പോയത്. ഓൻ പറഞ്ഞ വീട്ടിലാ പോകുന്നതാണ്. അവിടെ കടുവെള്ളെന്ന് പറയുന്നത്. നമസ്കാരം. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിക്കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ദൗത്യസംഘത്തിന്റെ ബേസ് ക്യാമ്പ് ജനങ്ങൾ ഉപരോധിച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലണം എന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാരം കഴിഞ്ഞതോടെ കടുവയെ വെടിവെച്ചു കൊല്ലും എന്ന തീരുമാനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുകയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കടുവയെ പിടികൂടാനാകാത്ത സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരും. വനമന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിൽ എത്തും. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷനും രംഗത്ത് വന്നു. നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന പതിവ് രീതി എത്ര കാലം തുടരുമെന്ന് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ചോദിച്ചു. വന്യജീവി ആക്രമണങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ മലയോര മേഖലയിലെ വോട്ടു ബാങ്കുകൾ ലക്ഷ്യമിട്ട് UDFന്റെ മലയോര സമരയാത്രയ്ക്ക് തുടക്കമായി. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയോര സമരയാത്ര. യാത്ര സമാപിക്കുമ്പോൾ വന്യജീവി പ്രശ്നത്തിന് കൃത്യമായ ഒരു ബദൽ തയ്യാറാക്കും എന്നും ഇത് സർക്കാരിന് സമർപ്പിക്കും എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, LDF നേതാവ് ശ്രീ സലീം മടവൂർ, പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ, അതോടൊപ്പം പ്രദേശവാസി കൂടിയായിട്ടുള്ള മുജീബ് എന്നിവരാണ്. ഞാൻ ആദ്യം സലീം മടവൂരിലേക്ക്. ശ്രീ സലീം മടവൂർ, ഒരു പക്ഷേ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് മാനന്തവാടിയിൽ ഉണ്ടാകുന്നത്, ഇപ്പോഴും തുടരുന്നത് എന്ന് താങ്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിലിതാ 3 മണിക്ക് യോഗം വിളിക്കുന്നു. ആ യോഗത്തിന് കളക്ടർ എത്തുന്നില്ല. എവിടെ പോയി കളക്ടർ എന്ന ചോദ്യവുമായാണ് പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തുന്നത്. ഇപ്പോഴും വേണ്ടത്ര ഗൗരവം ഭരണകൂടം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിന് നൽകുന്നില്ലേ ശ്രീ സലീം മടവൂർ? വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളത്തിന്റെ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ആ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതിനെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. ധാരാളം നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നേരത്തെ കേന്ദ്ര നിയമത്തിന് വിരുദ്ധ അല്ലെങ്കിൽ ആ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാതെ മഹാരാഷ്ട്രയിൽ ഒരു കടുവയെ പാണ്ഡ്രകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാരാഷ്ട്ര 2018 വെടിവെച്ച് കൊന്നതുകൊണ്ട് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിന് വെടിവെച്ച ആളും ഒക്കെ തന്നെ കേസ് പ്രതിയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥര് നാളെ ഒരു പക്ഷേ ആ നിയമം കേന്ദ്ര 2013 കേന്ദ്ര നിയമം, ആ നിയമപ്രകാരം നമ്മുടെ ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ നേരത്തെയുള്ള വിവിധ നിയമങ്ങൾ, ആ നിയമങ്ങൾ പ്രകാരം നമ്മുടെ ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ വരും എന്നൊക്കെ സാധ്യത ഉണ്ടായിട്ടും അതൊക്കെ മറികടന്ന് എന്തൊക്കെ കേസിൽ ഉദ്യോഗസ്ഥർ പെട്ടാലും
ഗവൺമെന്റ് ഏതൊക്കെ കോടതിയിൽ ഉത്തരം പറയേണ്ടത്, ഇതൊക്കെ കഴിഞ്ഞാൽ കോടതി തിരിച്ചാണ് വിധിക്കുന്നത്. അത് വിവിധ കോടതി, ഞാൻ സമയം എടുക്കല്ല. അപ്പൊ ആ വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടും ഈ കേരളത്തിലെ ഗവൺമെന്റ് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ആവശ്യമായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥര്, അതേപോലെ അരുൺ സക്കറി അവിടെയുണ്ട്, മന്ത്രി തന്നെ നാളെ അവിടെ വരുന്നു, അതുപോലെ കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അവരൊക്കെ തന്നെ ഉത്തരവിറക്കി. ശരി, ശ്രീ സലിം മടവൂർ, ഇത്തരം കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ പ്രദേശത്തുള്ളവർ ഇന്ന് ഞങ്ങൾ നിരന്തരമായി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ നിരവധിയായ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ഞങ്ങൾ കടുവയെ കണ്ടു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ ആണ്. അപ്പോൾ അത്രമേൽ ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ എന്നിരിക്കെ ഈ സമയത്ത് യോഗം വിളിച്ചാൽ അല്ലെങ്കിൽ കളക്ടർ പങ്കെടുക്കേണ്ട യോഗത്തിൽ സമയത്ത് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എങ്കിൽ അത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ, അതായത് നരഭോജി കടുവ കൺമുന്നിൽ വിലസുന്ന ഒരു സമയത്ത് പോലും കൃത്യമായി സമയത്ത് യോഗത്തിന് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എങ്കിൽ അതിന് വീഴ്ചയെന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക? അല്ല, ഉദ്യോഗസ്ഥരെ എത്താത്തത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. അത് പരിശോധിച്ച് അങ്ങനെ വല്ല കൃത്യവിലോപവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കടുവയുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിലായിരിക്കും. ഗവൺമെന്റിന്റെ ഉത്തരവ് എത്രയും വേഗം കടുവയെ കണ്ടെത്തിക്കൊണ്ട് ഒന്നുകിൽ അതിനെ ജീവനോടെ പിടിക്കണം, അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെ പിടിച്ചാലും എങ്ങനെയായാലും ജനങ്ങൾക്ക് ഭീഷണിയായ കടുവയെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അതിന് ആവശ്യമായ നടപടി എടുക്കണമെന്ന് ശക്തമായ ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വയനാട് ജില്ലയിൽ അതേപോലെ അയൽ ജില്ലകളിലെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വളരെ ശക്തമായിക്കൊണ്ട് ഏത് വിധേനയും കടുവയെ പിടികൂടിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങാൻ, അവിടുത്തെ സ്ത്രീകൾ പുറത്തിറങ്ങുക സ്വാഭാവികമല്ലേ. വീടിന്റെ അടുത്ത് സ്വസ്ഥമായി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല, മുറ്റത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകാൻ സാധിക്കില്ല, കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോകാൻ സാധിക്കില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ജോലിക്ക് പോകുന്ന ആളുകൾക്ക് പോകാൻ സാധിക്കില്ല, കൃഷിയിടത്തിൽ കാപ്പിക്കുരു എടുക്കാൻ സാധിക്കില്ല, തേയില വെട്ടാൻ സാധിക്കില്ല. വളരെ ഭയവിഹ്വലരായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. യാഥാർത്ഥ്യമല്ലേ? അപ്പൊ സ്വാഭാവികമാണ് ജനങ്ങൾ പ്രതിഷേധിക്കും. അവർക്ക് വളരെ വളരെ പ്രയാസമുണ്ട്. ആ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കേന്ദ്രത്തിന്റെ നിയമത്തിൽ ഇത്തരം സാഹചര്യത്തിൽ വെടിവെക്കാൻ ആവശ്യമായ സാഹചര്യം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ സാഹചര്യം ഉണ്ട് എന്ന് ഒരു 6 അംഗ സമിതിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യക്തമായ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ കൊല്ലാവൂന്ന് പറഞ്ഞത്. ഇതിന് വിരുദ്ധമായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ മഹാരാഷ്ട്രയിൽ പാണ്ഡ്രകോണ്ടയിൽ വെച്ച് 2018 നവംബർ 2 വളരെ പ്രക്ഷോഭം ഉണ്ടാക്കിയ ജനങ്ങളുടെ ആ പ്രക്ഷോഭം കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി കടുവയെ വെടിവെച്ചു പോകും. പക്ഷെ അതിലെ നല്ല പ്രവർത്തനം ചെയ്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും കേസ് കുടുങ്ങി ആ കേസുമായിട്ട് നടത്തിയാണ്. വലിയ പ്രയാസം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് കേസ് കുടുങ്ങിയാലും വേണ്ടില്ല, ഉദ്യോഗസ്ഥരും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കേസിൽ കുടുങ്ങിയാൽ അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ ജീവന്റെ പ്രയാസം, അതിന്റെ ഗൗരവം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സേനാപതി വേണു, നമുക്ക് ഈ UDF-ന്റെ സമരയാത്ര അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്നത് കടുവയെ ആ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. പ്രദേശവാസികളുടെ പ്രതികരണം അടക്കമാണ് നമ്മൾ അല്പസമയം മുമ്പ് പോലും വാർത്ത അവസാനിപ്പിച്ചത്. ഒരു പക്ഷേ അവിടെ നിന്നൊരു പ്രദേശവാസി നമുക്ക് ചർച്ചയിൽ ഗസ്റ്റായി എത്താമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിന് പറ്റുന്നൊരു സാഹചര്യമാണോ എന്ന് പോലും അറിയില്ല. അത്രമേൽ ഭയത്തിൽ ആണ് ആ പ്രദേശവാസികൾ. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വിധിക്ക് വിട്ടുകൊടുക്കുന്നു ഈ മലയോര മേഖലയിലെ ജനങ്ങളെ, അല്ലെങ്കിൽ വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്നവരെ എന്നാണ്. ഇപ്പോഴിതാ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നു, നരഭോജി കടുവ ഒരു ജീവൻ കവർന്നെടുക്കുന്നു. അതിനുശേഷം സലീം മടവൂർ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാം ആവശ്യമെങ്കിൽ എന്ന തരത്തിൽ ഉത്തരവിറക്കുന്നു. ഡോക്ടർ അരുൺ സക്കറിയെ പോലെയുള്ളവരെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഘട്ടത്തിലും എന്തുകൊണ്ടാണ് ഈ വിധിക്ക് വിട്ടുകൊടുക്കുന്നു എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അല്ല, ഇവിടെ മുഖ്യമന്ത്രി, വനംവകുപ്പ് മന്ത്രി, ഇപ്പൊ സലീം മടവൂര്, ഇവരെല്ലാം ഒരു ക്ലീഷേ പോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേന്ദ്ര നിയമം തടസ്സമാണ്, കേന്ദ്ര നിയമം തടസ്സമാണ്. മുമ്പ് ഇടുക്കിയിൽ നിന്നുള്ള MP, ഇപ്പൊ കോട്ടയത്ത് നിന്നുള്ള MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന് ഒരു കത്ത് കൊടുത്തു. ഇങ്ങനെ കേന്ദ്ര വനനിയമമാണല്ലോ ഈ വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കളും താങ്കളുടെ ഗവൺമെന്റ്, അതായത് കേരളത്തിലെ ഗവൺമെന്റിനോട് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 11(1)(a)(b) ഈ സെക്ഷനുകൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ ഗവൺമെന്റ് ആക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇപ്പൊ സലീം മടവൂർ പറയുന്നു, എവിടെ ഇപ്പൊ ശൂന്യാകാശത്ത് നിന്നാണോ ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്? ഇത് വൈൽഡ് ലൈഫ് നിയമത്തിന്റെ സെക്ഷൻ 11 ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അദ്ദേഹത്തിന് നിയമം കൊടുത്തിരിക്കുന്ന അധികാരമാണ്.
ഇതെന്തുകൊണ്ട് കുറച്ചുനാൾ മുമ്പ് ഇവർ പ്രയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ നിയമം ഇല്ലാഞ്ഞിട്ടല്ല അഭിലാഷേ, നിയമമുണ്ട്, ആ നിയമം ഇവർ പ്രയോഗിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഉദ്യോഗസ്ഥരെ കേസിൽ കുടുക്കി, അതല്ല എങ്കിൽ മധ്യപ്രദേശിലെ ഉദ്യോഗസ്ഥരെ കേസിൽ കുടുക്കി. നിങ്ങൾ ആ നിയമത്തിന്റെ അകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നല്ലോ, ഷെഡ്യൂൾ 1-ൽപ്പെട്ടതും അതോടെ തന്നെ ഷെഡ്യൂൾ 2, 3-ൽപ്പെട്ട വന്യജീവികൾ അക്രമകാരികളാണ് എങ്കിൽ അതിനെ വെടിവെച്ചു. അപ്പൊ പറയാം 6 അംഗ കമ്മിറ്റി കൂടണം. ആരാ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, ഇവരാണോ കമ്മിറ്റി കൂടേണ്ടത്? അല്ല. ഇതൊക്കെ ദ്രുതഗതിയിൽ ഇപ്പൊ എങ്ങനെയായി ഈ പെട്ടെന്ന് വെടിവെച്ചു കൊല്ലാനുള്ള ഈ ഉത്തരവ് വന്നിരിക്കുന്നത്? അപ്പോ ഇത് നിയമത്തിലുള്ളതാണ്. ഈ നിയമത്തിലുള്ള കാര്യത്തിൽ ഞാനൊന്ന് ഇടപെടുന്നതോ ശ്രീ സേനാപതി വേണു, നേരത്തെ ഇതേ ക്യാമ്പ് ഓഫീസിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. പ്രദേശവാസികളടക്കം ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. പ്രദേശവാസിയായി മുജീബ് നമ്മളോടൊപ്പം ചേരുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥനടക്കം പറയുന്നുണ്ട്, നിങ്ങൾ ദയവായി കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ ഞങ്ങൾ കേസ് നേരിടുന്ന ആളുകൾ ആണ്, ഞങ്ങൾക്കെതിരെ നിരവധിയായ കേസുകളുണ്ട്, ഇപ്പോഴും കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ കടുവയെ വെടിവെക്കാവുന്ന തരത്തിൽ കണ്ടെത്തിയാൽ വെടിവെക്കുക തന്നെ ചെയ്യും, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയെ അടക്കം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അല്ല അഭിലാഷേ, ഇതിന് ഉത്തരവ് കൊടുക്കേണ്ടത് ഫോറസ്റ്റ് ഗാർഡോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോ സെക്ഷൻ ഫോറസ്റ്ററോ അല്ല, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് റിട്ടേൺ ഉത്തരവ് ഇതിന് കൊടുക്കേണ്ടത്. ആ ഉത്തരവ് കൊടുക്കാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. ഇവിടെ കേസിൽ കുടുങ്ങുന്നത് കാട്ടിൽ കയറി അല്ല ഇതിനെ വെടിവെക്കുന്നത്. ഇത് മനുഷ്യനെ ആക്രമിക്കാൻ എന്താ പറഞ്ഞ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന മൃഗങ്ങളെ ആണ്, വന്യമൃഗങ്ങളെയാണ്, അതിനെയാണ് വെടിവെക്കാൻ. അപ്പൊ നിയമത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നങ്ങ് ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ. ഇനി ഒരു കാര്യം കൂടി ഞാൻ അഭിലാഷിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കളക്ടർ അവിടെ 144 പ്രഖ്യാപിച്ചു, പഴയ CRPC. ഇപ്പൊ അത് പുതിയ നിയമമായി മാറി. ആ 144 പ്രഖ്യാപിച്ചത് കളക്ടർ എന്ത് അധികാരത്തിലാ? കളക്ടറിൽ നിക്ഷിപ്തമായ ഒരു അധികാരത്തിൽ. ഇന്ന് കളക്ടർ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ കളക്ടറെ ഓർമ്മപ്പെടുത്തുന്നു, 144 അങ്ങ് പ്രയോഗിക്കുമ്പോൾ CRPC പഴയതിന്റെ 133F, ഇപ്പൊ അത് ഭാരതീയ ന്യായ സംഹിതയായി, നാഗരിക സുരക്ഷാ സംഹിതയായി മാറിയപ്പോ അത് 152. ആ 133ന്റെ F എന്ന് വായിച്ചാൽ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞത് എനി ഡേഞ്ചറസ് ആനിമൽ ഷുഡ് ബി ഡിസ്ട്രോയിഡ്. എനി ഡേഞ്ചറസ് ആനിമൽ ഷുഡ് ബി ഡിസ്ട്രോയിഡ്. ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവനെ തീർത്ത് കളയണം. ഞാൻ ചോദിക്കുന്നു, ഇവിടെ RDOയ്ക്ക് ഒരു മോബ് വയലന്റ് ആയാൽ, ഞാൻ 28 വർഷമായിട്ട് ക്രിമിനൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാ, ഒരു മോബ് വയലന്റ് ആയാൽ, ഇല്ലെ ജനക്കൂട്ടം അക്രമാസക്തരായാൽ കളക്ടറിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം താഴേക്ക് RDO അതുപോലെ തന്നെ തഹസിൽദാർക്ക് കൊടുത്ത് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കും. ഇവിടെ കളക്ടറിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം 133F എന്തുകൊണ്ട് ഇത് പ്രയോഗിക്കുന്നില്ല? എന്നിട്ട് വെറുതെ പറയാ കളക്ടർ കേസിൽ കൊടുക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കേസിൽ കൊടുക്കും. ഇവിടെ വെടിവെപ്പിന് ഉത്തരവ് കൊടുത്തിട്ടുള്ള ആളുകൾ നിയമപരമായി അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത്രയും ആളുകൾ, രാധ എന്ന ഒരു സ്ത്രീയെ ഇന്നലെ കശാപ്പ് ചെയ്ത കടുവ, ആ കടുവയെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അത് ജനവാസ കേന്ദ്രത്തിലാണ്. സെക്ഷൻ 133F CRPC ഉപയോഗിച്ച് വയനാട് കളക്ടർ ശ്രീമതി മേഘശ്രീ ഇന്ന് അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞേ, അവരതിന് ഉത്തരവ് കൊടുത്താൽ അവരെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല സാർ. ശേഷൻ അതാണ് ശ്രീ സലീം മടവൂർ, അതായത് ഇതിൽ ഇടപെടേണ്ട ആളുകൾ ഇടപെട്ടാൽ ഇത്തരത്തിലൊന്നുമുള്ള പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇതൊരു പറഞ്ഞുകൊള്ളൂ. 133 പ്രകാരം ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊക്കെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇവിടെ 1972 നിയമപ്രകാരം വളരെ വ്യക്തമായി പറയുന്നു, ഇത് ബോധ്യപ്പെടണം, കൂട് വെക്കണം, ജീവനോടെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതൊക്കെ വളരെ വ്യക്തമായി. അല്ല, അപ്പോൾ ഈ നിലവിലെ ഉത്തരവ് പ്രകാരം വെടിവെച്ച് കൊല്ലാമല്ലോ ആവശ്യമെങ്കിൽ, അതെങ്ങനെയാണ് സാധ്യമായത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് ശൂന്യാകാശത്ത് നിന്ന് വന്നൊന്നുമല്ലല്ലോ. അല്ല, ഇതില് വളരെ അത് വ്യക്തമായിട്ട് എങ്ങനെ പിടിക്കണം. കടുവ, പുലി ഇറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ ഒരു 6 അംഗ സമിതി രൂപീകരിക്കണം. ഇതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പുറമെ NCT, അതായത് നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ പ്രതിനിധി, മൃഗഡോക്ടർ, പ്രദേശത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി, DMO തുടങ്ങിയവർ ഉണ്ടായിരിക്കണം. എന്നിട്ട് പ്രത്യേകം പറഞ്ഞിട്ട് ക്യാമറ വെച്ച് അതിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അക്രമം നടത്തിയ വന്യമൃഗത്തെ തിരിച്ചറിയാൻ നടപടി സ്വീകരിക്കണം. പ്രദേശത്ത് കന്നുകാലികൾക്കുണ്ടായിട്ടുള്ള പരിക്ക്, ഗുരുതരമായ ഏറ്റുമുട്ടൽ എന്നിവ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്നിവ നിശ്ചയിക്കുന്നതിന് ഒരു വിശദമായ ഗവേഷണം നടത്തണം. മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക്, പരസ്പര ഏറ്റുമുട്ടൽ എന്നിവ ഉറപ്പുവരുത്തിയാൽ ഓട്ടോമാറ്റിക് വാതിലുള്ള കെണി വെക്കാൻ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ കൊല്ലപ്പെടുന്ന സ്ഥലത്തിനരികെ മൃഗത്തെ തിരിച്ചറിയാൻ ക്യാമറ ടാപ്പ്
ട്രാപ്പ് സ്ഥാപിക്കണം, ഇങ്ങനെയുള്ള വന്യമൃഗത്തിന്റെ ദിവസേനയുള്ള ചലനം മനസ്സിലാക്കാൻ പ്രശ്നം, അങ്ങനെ കുറെ കണ്ടീഷൻ പറയുന്നു. ഇതൊക്കെ ചെയ്തിട്ട് മയക്കുവെടി വെക്കപ്പെട്ട കടുവ പുലി ആരോഗ്യമുള്ളതാണോ അല്ലേ എന്നത് പ്രസ്തുത സമിതി പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. ആരോഗ്യമുള്ളതാണെങ്കിൽ അതിന് റേഡിയോ കോളർ ഘടിപ്പിച്ച് NTCA അറിയിച്ച് വനത്തിനുള്ളിലേക്ക് തുറന്നു വിടണം. പിന്നെ ഇനി സ്ഥിരമായി മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയെ അല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടുള്ളതല്ല. മനുഷ്യ ജീവന് ഭീഷണിയായിട്ടുള്ള മൃഗങ്ങളെ നേരിടുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുബന്ധം 2 വീണ്ടും പറയുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് എളുപ്പത്തിലൊക്കെ പോയി വെടിവെക്കാൻ സാധിക്കില്ല. അങ്ങനെ വെടിവെച്ച് ഉദ്യോഗസ്ഥർ കൂടി എന്നിട്ടും സലീം മടവൂരെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഞാൻ പറയുന്നത് ചെയ്യൂലല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ ഇടപെടുവല്ല. ഇപ്പൊ പിന്നെ എങ്ങനെ ഈ ഉത്തരവ് വന്നത്? അല്ല അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ ഗവൺമെന്റ് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തു. ആ ഗവൺമെന്റിനെ അഭിനന്ദിക്കല്ലേ വേണ്ടത്. നിങ്ങൾ ഈ ഗവൺമെന്റ് എന്തെങ്കിലും ഇപ്പൊ പൊളിറ്റിക്സ് കണ്ടുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങൾ ജീവന് വേണ്ടിയിട്ട് ഭയപ്പെട്ടുകൊണ്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവർ ഭയപ്പാടിലാണ്, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്ത് രാഷ്ട്രീയ നേട്ടവുമായിട്ട് VD സതീശൻ അല്ലാതെ ഏതെങ്കിലും ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ഒരു ജാഥ നടത്താൻ തോന്നുമോ? ഇവിടെ ഒരു സ്ത്രീ മരണപ്പെടുന്നു. നമ്മുടെ മലയോര മേഖലയിൽ ജനങ്ങൾ നമുക്ക് തീർച്ചയായും ആ വിഷയം നമുക്ക് ചർച്ചയുടെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മുജീബ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് കൊണ്ടാണ്. ശ്രീ മുജീബ്, താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പ്രദേശത്തെ ജനത എത്രത്തോളം വലിയ ആശങ്കയിലാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് പോലും അവിടുത്തെ സാഹചര്യം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. കാർഷിക മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വ്യക്തമായി ബോധ്യമുള്ളതുമാണ്. ഇവിടെ അപ്രതീക്ഷിതമായി ഒരു സ്ത്രീ, അതും ആദിവാസി വീട്ടമ്മ, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അത് അതിദാരുണമാണ്, അങ്ങേയറ്റം വേദനാജനകമാണ്. അവിടെ കടുവയെ പിടികൂടുക എന്നതാണ് ചെയ്യാൻ പറ്റുന്ന ദൗത്യം. വേണ്ടി വന്നാൽ അതിനെ കൊല്ലേണ്ടിയും വരുന്നുണ്ട്. പക്ഷേ ഇന്നും ആ പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. കളക്ടർക്ക് നേരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതടക്കം കേൾക്കുന്നുമുണ്ടായി. ഇപ്പോഴും ഈ ഭരണകൂടം ഇതിനെ വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ല എന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുകയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ അടിയന്തരമായി ഈ ദാരുണമായ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങുന്നു. അതോടൊപ്പം ആ കുടുംബത്ത് ഒരു ധനസഹായം 11 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം മറ്റ് കുടുംബത്തിലെ ഇപ്പം മകന് ഒരു താൽക്കാലിക സ്ഥിരം ജോലി എന്നാണ് ഞങ്ങളുടെ ആവശ്യമെങ്കിലും ഒരു ജോലി നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് പറയുന്നു. അതുമായി ഇന്നലത്തെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളാണിത്. പക്ഷേ അപ്പോഴും ഈ ഓർഡർ നമുക്ക് പിന്നെ ഒരു പരിമിതമായ ഒരു അറിവ് വെച്ചുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാൻ പിന്നെ ഇറക്കിയ ഈ ഒരു ഓർഡറിൽ എങ്ങനെയാണ് ഈ ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാൻ പറ്റുക എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാക്കും. വെറുതെ എന്താ പറയുക, ഒരു ജനങ്ങളുടെ ഇന്നലെ ഉണ്ടായ ഒരു പ്രതിഷേധം, ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ മുജീബ്, ഞാൻ താങ്കളുടെ എല്ലാ വികാരത്തെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഈ വിദഗ്ധരായ ആളുകൾ പറയുന്നുണ്ട്. അതായത് ഒരു കാട്ടാന ഒരു പ്രദേശത്തിറങ്ങിയാൽ അതിനെ മയക്കുപിടി വെക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. കടുവ, പുലി എന്നതൊക്കെ ആ ജീവികളുടെ ശാരീരികമായ ഘടനയും അതിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം. നിമിഷങ്ങൾ കൊണ്ട് കുതിച്ചു പായാൻ ശേഷിയുണ്ട്, കാണാമറയത്തേക്ക് കുതിക്കാൻ ശേഷിയുണ്ട്. മാത്രവുമല്ല ഈ മലയാളികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പരിചിതമായ ഒന്നുകൂടിയല്ലല്ലോ. ഇങ്ങനെ എപ്പോഴും കടുവയെ എങ്ങനെ നേരിടാമെന്നത് സംബന്ധിച്ച ഒരു പ്രാക്ടിക്കൽ നോളജിന്റെ കുറവുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഷാർപ്പായി ഇതിങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായ ഒരു ഉത്തരവിറക്കുക സാധ്യമാണോ? അല്ല, ഈ ഉത്തരവിൽ ഞാൻ പിന്നെ മുമ്പ് പറഞ്ഞത് തന്നെ, കാരണം കൃത്യമായ ഒരു അവ്യക്തമായ ഒരു ഉത്തരവ് ഈ 5 ക്ലോസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വായിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു പിന്നെ 5 ക്ലോസുകൾ മനസ്സിലാക്കിയാൽ ഈ ഒരു എന്താ പറയുക, കടുവയെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല എന്നുള്ള ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ഞങ്ങൾ ഇന്ന് ഈ ഒരു വിഷയം, ഇന്നലെ ആ ഒരു അവസ്ഥ, ആ ഒരു പിന്നെ നമ്മുടെ രാധേച്ചി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ മൃതദേഹം ആ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അത് ആദ്യമായി പിന്നെ തണ്ടർബോൾട്ട്
അവരുടെ ഒരു കോമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ആ മൃതദേഹം കാണുന്നത്. അതിനുശേഷം അവർ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് വിവരം അറിയിച്ചത്. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു വനത്തിനകത്ത് ഒരു ബോഡി ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നില്ല. ഉടൻ തന്നെ ഞാനും എൻ്റെ സുഹൃത്തും കൂടിയും അവിടെ എത്തുകയും ഏകദേശം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഞങ്ങളെ അവിടെ പ്രൊസീജിയർ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ തണ്ടർബോൾട്ട് സംഘം അവിടെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം അപ്പോഴേക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നതേ ഉള്ളൂ. അതിനുശേഷം ഏറ്റവും അവസാനം വന്ന CI മാനന്തവാടി CI ഞങ്ങളെയും കൂട്ടി അകത്തേക്ക് പോവുകയും ഞങ്ങൾ ആ ബോഡി കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ ഒരു കാഴ്ച ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന, മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ആ മൃതദേഹം. ആ മൃതദേഹത്തെ വെച്ചുകൊണ്ട് ഒത്തിരി നേരം ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നൊരു സാഹചര്യമില്ല. കാരണം അത് ആ മൃതദേഹത്തോട് ചെയ്യുന്ന ഒരു അനാദരവാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്ക് നാട്ടുകാർക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായും. മാത്രവുമല്ല അവരുടെ കുടുംബവും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ കുടുംബത്തെ, അവരുടെ വികാരത്തെ കണക്കിലെടുക്കുകയാണ്. എങ്ങനെയാണ് ആക്രമിച്ചത്, എത്രമേൽ ആക്രമണത്തിനിരയായി, ഇതൊന്നും നമുക്ക് വിശദീകരിക്കാൻ പോലും താല്പര്യമില്ല. അത് മലയാളികൾ അറിയേണ്ട എന്ന് കരുതിയിട്ടല്ല, മറിച്ച് ആ കുടുംബത്തോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെയാണ്. ആ വികാരത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് ശ്രീ മുജീബ്. അതെ, ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ മൃതദേഹം വന്ന് അത് അടക്കിന് വേണ്ടി കൊണ്ടുപോയ സമയത്താണ് ഞങ്ങൾ CCFനെ നേരിൽ പോയി കാണുകയും ഈ ഉത്തരവിലെ അവ്യക്തതകൾ നീക്കണം, നിങ്ങൾ ഇതിനെ കൃത്യമായി വെടിവെച്ച് കൊല്ലുമെന്ന് എന്ത് ഉറപ്പാണുള്ളത് എന്ന് ഞങ്ങൾ ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആദ്യം CCF നമ്മളോട് ഒരു മോശമായ ഒരു പദപ്രയോഗം നടത്തിയപ്പോൾ, അതായത് ഒരു ധാർഷ്ട്യത്തോടെയുള്ള ഒരു പദപ്രയോഗം നടത്തുമ്പോഴാണ് നമ്മൾ അവിടെ വൈകാരികമായ ഒരു തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോയത്. അതിനുശേഷമാണ് ജനങ്ങൾ എല്ലാവരും സംഘടിച്ച് വന്നു ഈ ഒരു അവസ്ഥ. കാരണം ഇത് പ്രത്യേകിച്ച് ഇന്നുണ്ടായ ഒരു സാഹചര്യം, രാധേജിയുടെ കുടുംബത്തിനുള്ള സഹായങ്ങളും അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്നലെ പറഞ്ഞ് അത് ഇന്ന് ഒരു കളക്ടർ ഒപ്പിട്ടൊരു പേപ്പറാക്കിയിട്ട് ഒരു കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ആക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയദർശിനി ടീ എസ്റ്റേറ്റിനകത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പ്രിയദർശിനി ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രം എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രദേശമാണ്. ആദിവാസി വിഭാഗത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളായ അടിയ പണിയ വിഭാഗത്തിലുള്ള ആളുകളാണ് ആ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നത്. അന്നാണ് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അടുപ്പ് പുകയില്ല എന്നുള്ള അവസ്ഥയിലുള്ള ആളുകളാണ് ആ എസ്റ്റേറ്റിന്റെ അകത്തുള്ളത്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ആ എസ്റ്റേറ്റിന്റെ ചെയർമാൻ, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. ഇന്നലെ ഈ സംഭവം നടന്ന്, ദാരുണമായ ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ വൈകുന്നേരം ആ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപയുടെ ആദ്യഘട്ട ധനസഹായം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ജില്ലാ കളക്ടർ ഈ പ്രദേശത്തേക്ക്, സബ് കളക്ടറും ഈ പ്രദേശത്തേക്ക് വന്നത്. അതും അവരുടെ കീഴിലുള്ള ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ ഒന്ന് സ്വാന്തനിപ്പിക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടത്തിലുള്ള ഉന്നതരായ ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ തയ്യാറായിട്ടില്ല. ഇന്ന് പോലും ഈ പ്രദേശത്തേക്ക് സന്ദർശിക്കുകയോ മറ്റു കാര്യങ്ങളോ, ഈ രാവിലെ മുതൽ ഈ സമരം ഉണ്ടായിട്ട് പോലും ആ കളക്ടർ വരണമെന്ന് ആവശ്യപ്പെട്ടത് ഈ പാവപ്പെട്ട ഏകദേശം 89ഓളം കുടുംബങ്ങൾ പ്രിയദർശിനി എസ്റ്റേറ്റിലുണ്ട്. 200-ലേറെ ആളുകൾ. ആ ആളുകൾക്ക് അവരുടെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത ഈ ഭരണകൂടത്തിനുണ്ട്. അവർക്ക് ഒരു കൃത്യമായ ഒരു ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ അവർക്ക് എത്തിക്കുന്നതിനോ അവരുടെ ഒരു വേതനം അല്ലെങ്കിൽ വേതനത്തോട് കൂടിയിട്ടുള്ള അവധിയോ കൊടുക്കുന്ന ഒരു സാഹചര്യം. കാരണം ഈ ഒരു കടുവയുടെ 144 പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് എല്ലാവരും എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. അതാണ് ശ്രീ സലീം മടവൂർ, ശ്രീ മുജീബ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ താങ്കളോട് തുടക്കത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പറയുന്നു. ഈ കാർഷിക മേഖലയെ, ഞാനടക്കം ഒരു കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന, കുടുംബത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് എനിക്കിത് മുജീബിന്റെ വാക്കുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കും, മനസ്സിലാക്കാനും സാധിക്കും. ഈ കർഷകർ എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ വലിയ സമ്പാദ്യമുള്ളവരൊന്നുമല്ല. അവരുടെ ജീവിത രീതി എന്നത് ഈ സൂചിപ്പിക്കുന്നത് പോലെയാണ്. അതായത് വലിയ കരുതലൊന്നുമായല്ല അവർ കഴിയുന്നത്. 2-3 ദിവസം പുറത്തിറങ്ങാൻ പറ്റാതെ വന്നാൽ പോലും വലിയ പ്രതിസന്ധിയിലാകും ആ വിഭാഗം. ഇതാകട്ടെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ്. അവിടെയാണ് ഈ നേരത്തെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു മരണം സംഭവിച്ചാൽ കുറച്ച് തുക നൽകുക, ആർക്കെങ്കിലും ഒരു ജോലി നൽകുക, അങ്ങനെ പറയുന്നൊരു ചടങ്ങായി ഇത് മാറുകയാണോ? ഇവരെയൊന്ന് ആശ്വസിപ്പിക്കാനും അവരോടൊപ്പം നിൽക്കാനും ഞങ്ങളൊപ്പമുണ്ട് എന്ന് ഭരണകൂടത്തിന് ബോധ്യപ്പെടുത്താൻ പോലും സാധിക്കാതെ പോകുന്നു എന്നല്ലേ മുജീബിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ശ്രീ സലീം മടവൂർ?
അഭിലാഷ് റഫീഖ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ പ്രയാസവും മുജീബിന്റെ വാക്കുകൾ മുജീബിന്റെ വാക്കുകൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഗവൺമെന്റ് ആ വാക്ക് കേൾക്കുന്നതാണ്. അത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എന്നെ പോലെയുള്ള ആളുകൾ അറിയിക്കും. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ ഇന്ന് തന്നെ ഈ ചർച്ച കഴിഞ്ഞാൽ ഞാൻ മുജീബിന്റെ ആ വാക്കുകൾ, കാരണം ഗൗരവമാണ്, ബന്ധപ്പെട്ട ഇതിന്റെ ചെയർമാൻ കലക്ടർ അവിടെ വന്ന് ആശ്വസിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോൾ ഒരു ജില്ലാ കലക്ടറോ അല്ലെങ്കിൽ സബ് കലക്ടറോ അവിടെ വന്ന് ആ തൊഴിലാളികൾക്ക് ഒരു ആശ്വാസം കൊടുത്തില്ല. പ്രത്യേകിച്ച് പിന്നോക്ക പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുള്ള ഒരു പ്രദേശത്ത് വേണ്ട രൂപത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, നടപടി ഉണ്ടാകും. ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് വേണ്ടതൊക്കെ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, അവിടെയാണ് ശ്രീ സലീം മടവൂർ എനിക്ക് താങ്കളോട് അഭിപ്രായ ഭിന്നതയുള്ളത്. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ഒരു വിഭാഗത്തിന് മുകളിലല്ലല്ലോ. അതായത് സർക്കാർ എന്നാൽ മുഖ്യമന്ത്രി, പിന്നെ മന്ത്രിമാർ, ഇതല്ലല്ലോ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്നാൽ ഏറ്റവും താഴെയുള്ള ജനങ്ങൾ. ഞാനും മുജീബുമാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വികാരമാണ് സർക്കാരിന്റെ വികാരമാകേണ്ടത്. ഞങ്ങളെ എങ്ങനെയാണോ ആശ്വസിപ്പിക്കേണ്ടത് അത് ആശ്വസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അല്ലാതെ സർക്കാർ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു തിട്ടൂരം ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ ശ്രീ സലീം മടവൂർ? അല്ല, നടപ്പിലാക്കണം. അതിനാവശ്യം നാളെ മന്ത്രി തന്നെ അവിടെ വരുന്നു. അദ്ദേഹം വെടിവെക്കാനുള്ള ഉത്തരവ്. നേരത്തെ ശ്രീ സേനാപതി വേണു ഇതിന്റെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെ 133, അതായത് CRPC 133 പ്രകാരം വെടിവെച്ചു കൊണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതായിരുന്നു ഇടയ്ക്ക് തെരഞ്ഞു, എന്നോട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അതായത് WPC കേരള ഹൈക്കോടതിയിൽ WPC നമ്പർ 132/04 2021 ഡേറ്റഡ് 19/2024 ഇറങ്ങിയ ഉത്തരവില് ഈ CRPC 133 പ്രകാരം വന്യമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല, വെടിച്ച് കൊല്ലാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നത് കോടതികൾ. കാരണം ഇതിലൊക്കെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ മൃഗസ്നേഹികള്, പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവര് ഈ കാടിന്റെ അടുത്ത് താമസിക്കുന്നവരല്ല. അവര് കാട് എപ്പോഴെങ്കിലും പോയിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കാട്ടിൽ പോയിട്ട് അതിലൊന്നും ചുറ്റിക്കറങ്ങി നഗരത്തിലെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ. അവര് ഇതിനോട് യഥാർത്ഥത്തില് ഈ കാടിന്റെ മക്കളായി അല്ലെങ്കിൽ കാട്ടിന്റെ മക്കളായ ആദിവാസി ജനവിഭാഗങ്ങൾ, അതേപോലെ അതിന്റെ അടുത്ത് താമസിക്കുന്ന കർഷകർ, അവരുടെ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും അറിയാത്ത ആളുകളാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃഷി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ കൈതച്ചക്ക ഉണ്ടാക്കാൻ സാധാരണ കൈതച്ചക്ക പറ്റില്ല, കിഴങ്ങ് വർഗ്ഗം ഒന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാം പന്നി, അതേപോലെ തന്നെ മുള്ളം പന്നി, അതേപോലെ തന്നെ കുരങ്ങ് നശിപ്പിക്കുകയാണ്. കർഷകർ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ വാക്കുകൾ വളരെ ഗൗരവമാണ്. അപ്പൊ ഞാൻ അതിനോട് യോജിക്കുകയാണ്. അപ്പൊ ഇവിടെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇത് 1972 നിയമം തൊട്ട് ഇവിടെ മൃഗങ്ങൾക്ക് അനുകൂലമായിട്ട് അതായത് മൃഗങ്ങൾക്ക് അനുകൂലം ഉദ്ദേശിക്കുന്നത് കർഷകരെ ആക്രമിക്കുന്ന, പുറത്തിറങ്ങുന്ന മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അന്ന് ആ നിയമം ഉണ്ടാക്കിയ കോൺഗ്രസ് അതേക്കുറിച്ച് ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. കർഷകർക്ക് കിട്ടുന്ന അന്ന് നിയമം ഉണ്ടാക്കിയവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. അവരൊക്കെയാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ തരം മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ ഈ നിയമം മാറണം. നേരത്തെ ചോദിച്ച പ്രസക്തിയുണ്ട്, എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് വെടിവെക്കുന്നത്? ഒരു പക്ഷേ അവരും ഭയപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കേസിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർ പ്രതിയായിട്ട് നടക്കുകയാണ്. അപ്പോ അതിനൊരു പരിഹാരം വേണം. അപ്പൊ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഏത് വിധേയയും പിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. വളരെ സങ്കടമുള്ള ഒരു സാഹചര്യമാണ്. എനിക്ക് എന്റെ സഹോദരന്റെ തൊട്ടടുത്ത് കൃഷിഭൂമിയുണ്ട് കുറച്ചായാലും. അവരൊക്കെ തന്നെ ഭയപ്പാടിലാണ്. ആരും അവിടെ കൃഷി ഇറക്കുന്നില്ല, എല്ലാവരും പിന്മാറുകയാണ്, ഭയപ്പാടാണ്. അപ്പോ ഇവിടെ ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആദിവാസി ജനവിഭാഗങ്ങൾക്ക് അവിടെ ആളുകൾക്ക് ആവശ്യമായ റേഷനും മറ്റു സംവിധാനമൊക്കെ തന്നെ കൊടുക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് പരിശോധിക്കേണ്ടത്, നടപടി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്ത്രി വരുന്നതോട് കൂടി അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അതായത് നാളെ മന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നതോടുകൂടി പ്രതിഷേധങ്ങൾ കൂടി ശമിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷ പറയുമ്പോൾ, ശ്രീ സേനാപതി വേണു, നമ്മൾ ഈ ചർച്ചയുടെ ഘട്ടമായി തന്നെയാണ് UDFന്റെ മലയോര സമരയാത്ര അതുകൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ സലീം മടവൂർ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വിഭാഗം ആളുകൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തുകയാണോ കോൺഗ്രസും UDFും എന്ന സംശയമാണ് ഉന്നയിക്കുന്നത്. ഈ സമരത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട തിരുത്തലുകളും വരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ, അത് വരുത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് പലതും ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുന്നില്ല എന്നുകൂടിയാണ് പറയുന്നത്. അവിടെ തന്നെ മന്ത്രിയെക്കുറിച്ച്, ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന ചോദ്യവും
ആണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതുൾപ്പെടെയാണ്. ശ്രീ സേനാപതി വേണു, ഞാൻ താങ്കളിൽ നിന്ന് ഈ ഉത്തരം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ രാജ്യത്തിൻ്റെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റിപ്പബ്ലിക് ദിനം. ഇപ്പോൾ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം 2 മിനിറ്റ് വളരെ പെട്ടെന്ന് തിരികെ എത്താം. Equality was only a distant ideal in many parts of the world. In India, women were actively contributing in shaping the destiny of the nation. The Constitution has become a living document because civic virtues have been part of our moral compass for millennia. The Constitution provides the ultimate foundation of our collective identity as Indians. It binds us together as a family. For 75 years now, it has guided the path of our progress. Today, let us humbly express our gratitude to Dr. Ambedkar, who chaired the drafting committee, others distinguished members of the Constituent Assembly, various officers associated with and others who worked hard and bequeathed us this most wonderful document. Dear fellow citizens, the 75 years of the Constitution are marked by an all-round progress of a young republic. At the time of independence and even later, large parts of the country had faced extreme poverty and also hunger. But one thing we were not deprived of was our belief in ourselves. We sat down to create the right conditions in which everyone would have the opportunity to flourish. Our farmers toiled hard and made our country self-sufficient. In food production, our laborers worked relentlessly to transform our infrastructure and manufacturing sector. Thanks to their sterling efforts, India's economy today influences the global economic trends. Today, India is taking leadership positions in international forums. This transformation would not have been possible without the blueprint laid down by our Constitution. In recent years, the economic growth rate has remained persistently high, creating job opportunities for our youth, putting more money in the hands of farmers and laborers, and also lifting more people out of poverty. The bold and far-sighted economic reforms will sustain this trend in the years to come. Inclusion is the cornerstone of our growth saga, distributing the fruits of developments as widely as possible. As the government continues to assign top priority to financial inclusion, initiatives such as Pradhan Mantri Jan Dhan Yojana, Pradhan Mantri Jeevan Jyoti Bima Yojana, Pradhan Mantri Suraksha Bima Yojana, Mudra, Stand Up India and Atal Pension Yojana have been expanded to provide more people access to a variety of financial support schemes. Equally importantly, the government has redefined the notion of welfare, making basic necessities such as housing and access to drinking water a matter of entitlement. Every effort is being made to extend a helping hand to the marginalized communities, particularly of the scheduled caste, scheduled tribes, and other backward classes. For example, there have been pre-matric and post-matric scholarships, national fellowships, overseas scholarships, hostels and coaching facilities for the youth from the SC communities. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ശ്രീ സേനാപതി വേണു നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നു, അത് നൽകുന്ന തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഇത്തരത്തിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളടക്കം പ്രതിസന്ധി നേരിടുന്നത്. അവിടെയും ഈ പറയുന്ന നിയമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വില്ലനാകുന്നുണ്ട് എന്നതിനെ ആരും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ
പ്രതിപക്ഷ നേതാവ് പറയുന്ന സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അത് ചെയ്യും, ബദൽ രേഖ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകും ഈ റാലി അല്ലെങ്കിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? എന്തു വീഴ്ചയാണ് പ്രതിപക്ഷം ഇവിടെ ഉയർത്തി കാണിക്കുന്നത്? ഇവിടെ സലീം ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് നേരെ ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ഇങ്ങനെ ഒരു ജാഥയുമായി സമരയാത്രയുമായിട്ട് ഇറങ്ങുന്നത് ശരിയാണോ? ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ സലീമെ എപ്പോഴാണ് ഇറങ്ങുന്നത്? ഞങ്ങളിപ്പോ രാധ ഇന്നലെ മരിച്ച സംഭവമല്ല. ഞങ്ങള് ഈ ജാഥ ഏതാണ്ട് ഒരു 10-20 ദിവസം മുമ്പ് UDF ചേർന്നപ്പോഴാണ് ഞങ്ങൾ ഈ ജാഥയ്ക്കുള്ള തയ്യാറെടുപ്പ് നിന്നത്. ഞങ്ങളുടെ ഈ ജാഥ ഞങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് 3 ആളുകൾ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ചിത്രം. അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ രാജ്യം റിപ്പബ്ലിക്കായി 3/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ മലയോരത്തെ ജനത മുഴുവൻ ഭയവിഹ്വലരായി, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, ഇപ്പം ഒരുപക്ഷെ അഭിലാഷിന് അതിന്റെ ഒരു ഭീകരത ഞാൻ ഇടുക്കിയിലായതുകൊണ്ട് അറിയാം. ഇടുക്കിയിലെ ചിന്നക്കനാൽ പോലുള്ള പ്രദേശങ്ങളിൽ വൈകുന്നേരം ഒരു എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, 5:30-6 മണി കഴിഞ്ഞാൽ ഒരാളും പുറത്തിറങ്ങുന്നില്ല. ഏത് സമയവും കാട്ടാന ആളുകളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. റോഡുകളെല്ലാം വിജനം, ആരും യാത്ര ചെയ്യുന്നില്ല, അപൂർവമായി വാഹനങ്ങൾ മാത്രം ഓടുന്ന സ്ഥലമായി പല പ്രദേശങ്ങളും മാറിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇതാണ് സ്ഥിതിവിശേഷമെങ്കിൽ, ഇവിടെ പിന്നെ കടുവയുടെ ആക്രമണമില്ല, ഇവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ അപ്പോൾ വയനാട്ടിലെ സ്ഥിതിവിശേഷം എന്താ? അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ വളരെ ലളിതമായി സലീം മടവൂരിനോട് ചോദിക്കുന്നത്, കേന്ദ്ര നിയമത്തിലെ പോരായ്മകളും ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രതിപക്ഷ നേതാവും ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനം എന്ത് ചെയ്യുന്നു? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അങ്ങ് പറയുന്നു ഇവിടെ കടുവയോ വന്യജീവികളെയോ വെടിവെക്കണമെങ്കിൽ കേന്ദ്ര നിയമം തടസ്സമാണ് എന്ന് പറയുന്നതിനോടൊപ്പം ഇന്ന് അങ്ങ് പറയുന്നു ഈ ഗവൺമെന്റ് വെടിവെക്കാനുള്ള ഉത്തരവ്. അപ്പൊ ഉത്തരവ് ഉണ്ടായിരുന്നല്ലോ, നിയമവിരുദ്ധമായ ഉത്തരവൊന്നും അല്ലല്ലോ നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങയോട് വിനീതമായി ചോദിക്കുന്നു, CP ജലീൽ എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റിനെ വൈത്തിരിയിൽ വെടിവെച്ചു തണ്ടർ ബോൾട്ടിന്റെ ഉദ്യോഗസ്ഥർ. ഈ തണ്ടർ ബോൾട്ടിന്റെ ഉദ്യോഗസ്ഥരാണല്ലോ ഇന്ന് രാധയുടെ മൃതശരീരം കണ്ടത്. ഈ തണ്ടർ ബോൾട്ടുകാരെ എന്തിനാ കാട്ടിൽ വിട്ടിരിക്കുന്നത്? മാവോയിസ്റ്റുകളെ വെടിവെക്കാനായിട്ട് അതല്ലേ വിട്ടിരിക്കുന്നത്. അവരുടെ കൃത്യവും നിർവഹിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വെടിവെച്ചും കൊല്ലുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത് പുറത്തോട്ടിറങ്ങുന്ന വന്യജീവികൾ, അങ്ങ് സെക്ഷൻ 133 WPC കോടതി, അങ്ങനെ കോടതികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തെങ്കിലും നടത്താനായിട്ട് കഴിയുമോ? TN ശേഷനെ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതിന് ശേഷമല്ലേ അതെന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ പറയുന്നു, അവിടുത്തെ ജില്ലാ കളക്ടർ, അവിടെ DFO ഇല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡൻ, ഇവരൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പറ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. ഇവിടെ മുജീബ് സൂചിപ്പിച്ച ഒരു ആശങ്കയുണ്ടല്ലോ, ആ ആശങ്ക ജനങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളൊന്ന് പ്രവർത്തിക്കുക, നിങ്ങൾ ആക്ട് ചെയ്യുക. അപ്പോ മഹാരാഷ്ട്രയിൽ ആർക്കോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു, കസ്റ്റഡി മരണം നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടിൽ എവിടെയെല്ലാം കേസെടുക്കുന്നു എന്നതുകൊണ്ട് പോലീസുകാരെ ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുവോ അല്ലെങ്കിൽ കുറ്റവാളികളെ പിടിക്കാതിരിക്കുവോ? ഇത് മുടന്തൻ ന്യായങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയാം. ഇന്നിപ്പോ നാളെ വനം വകുപ്പ് മന്ത്രി ഈ എന്താ പറഞ്ഞ വയനാട്ടിൽ സന്ദർശിക്കാനിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി മതിവേന്ദ്രൻ നമ്മുടെ ചിന്നക്കനാലിൽ നിന്ന് ഈ അരിക്കൊമ്പനെ പിടിച്ച് എവിടെയാണ് മേധഗാനം എന്ന് പറയുന്ന വനത്തിൽ കൊണ്ടുവിട്ടു, കുമളിക്കപ്പുറത്ത്. ഈ ആന 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കമ്പത്തെത്തി, ഒരാളെ തട്ടി വീഴ്ത്തി, അവിടെ വയലന്റായി. നിങ്ങൾ അറിയണം, മദ്രാസിൽ നിന്ന് 6 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ വനം വകുപ്പ് മന്ത്രി മതിവേന്ദ്രൻ അദ്ദേഹം കമ്പത്തെത്തി ഈ ആനയെ അവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ ലോറിയിൽ കയറ്റുന്നത് വരെ ആ ജനക്കൂട്ടത്തോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം പലവട്ടം പറയുന്നു, കവലപ്പെടാതെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഗവൺമെന്റ് ഉണ്ട്. അത് തമിഴ്നാട്ടിലെ വനം വകുപ്പ് മന്ത്രി. ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രി ജനങ്ങളോട് ചോദിക്കുക, ഞാൻ വനം വകുപ്പ് മന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന അങ്ങ് വനം വകുപ്പ് മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട്, സാർ ഈ വനം വകുപ്പ് മന്ത്രി കേരളത്തിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുക, ഇദ്ദേഹത്തെ മാറ്റണം. ഇദ്ദേഹത്തെ മാറ്റിയതുകൊണ്ട് ഈ അക്രമങ്ങൾ പൂർണ്ണമാകുമെന്ന് വിചാരിക്കുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് അവരുടെ മൊറയിൽ ഇംപ്രൂവ് ചെയ്യണം, ജനങ്ങൾക്കൊപ്പം നിൽക്കണം, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉണ്ട്, ഭരണകൂടം ഉണ്ട് എന്ന് തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ മതിവേന്ദ്രൻ കാണിച്ചു കൊടുത്തതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം സാർ. അതല്ലാതെ ഇദ്ദേഹം ഈ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഇനി നാളെ സന്ദർശനം നടത്തും, മറ്റന്നാൾ നിങ്ങളുടെ സന്ദർശനം എന്തിനു വേണം സാർ? ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്ക്. ആ നിർദ്ദേശം ഇന്നതാണ് ഗവൺമെന്റിന്റെ നയം. കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങൾ ഒന്നുകിൽ ഞങ്ങൾ അതിനെ പിടികൂടി കൂട്ടിലടയ്ക്കും, ഇല്ലെങ്കിൽ അതിനെ വെടിവെച്ചു കൊല്ലാൻ ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുന്നു. അതിനുണ്ടാകുന്ന പ്രത്യാഘാതം ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള ബാധ്യത അതില്ലേ സാർ?
നിങ്ങളുടെ ഭരണകൂടത്തിന്? എന്നിട്ട് പറയുക വനം വകുപ്പ് മന്ത്രി എന്തോ ഭയങ്കരമായ കൃത്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നു. അത് ഇൻഎഫിഷ്യൻസിയുടെ പ്രതീകമാണ് സാർ. കാട്ടാന ഇറങ്ങി നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇടുക്കിയിലെ ഇതിന്റെ എണ്ണമൊന്നും പറയണ്ടല്ലോ. ഇന്ദിരാ രാമകൃഷ്ണൻ അവര് പശുവിനെ നോക്കാൻ പോയ ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ ദിവസം കന്നുകാലിയെ കാട്ടിൽ കയറ്റി വിട്ടത് തിരിച്ചു വരാതെ പോയപ്പോഴാണ് അമർ എന്ന് പറയുന്ന ഒരു യുവാവ് എന്താ പറഞ്ഞ വണ്ണപ്പുറത്ത് അദ്ദേഹത്തെ. ഇനി അതിൽ ഏറ്റവും ഭയാനകമായ ഒന്ന്, 2 കോളേജ് വിദ്യാർത്ഥികൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാട്ടാന കുത്തിമറിച്ചിട്ട പല വീണാണ് ഒരു പെൺകുട്ടി കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂരുകാരി മരിച്ചത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നാട്ടിലുണ്ടായിട്ട് നിങ്ങൾ ഇത്ര കിലോമീറ്റർ ഞങ്ങൾ റെയിൽ ഫെൻസിങ് നിർമ്മിച്ചു, ഇല്ലെങ്കിൽ സോളാർ ഫെൻസിങ് നിർമ്മിച്ചു, ഇത്ര കിലോമീറ്റർ ഞങ്ങൾ കിടങ്ങ് നിർമ്മിച്ചു, ഞങ്ങൾക്ക് ഇതേ പറ്റുകയുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന കടുവയെ ഞങ്ങൾ വെടിവെച്ചു കിട്ടിയില്ല, ഇന്ന മൃഗത്തെ ഞങ്ങൾ കൂടുവെച്ചു, ഇങ്ങനെ ജനങ്ങൾക്ക് തോന്നുന്നു. ഇപ്പം മുജീബ് നമ്മളോട് പറഞ്ഞൊരു കാര്യമല്ലേ, നിങ്ങളൊന്ന് പ്രവർത്തിക്ക്. ആ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ ഇത് കാണിച്ച് ഈ തണ്ടർ ബോൾട്ടിന്റെ ആളുകൾ ഈ ആധുനിക തോക്കുമായി AK-47 ഇൻസാസുമായിട്ട് ഈ കാട്ടിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ, അവർക്കെങ്കിലും നിങ്ങൾ ഉത്തരവ് കൊടുക്കുക. കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ വന്യമൃഗങ്ങൾ, അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുകയാണ്. അത് ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ ഭയപ്പെടേണ്ടതില്ല. നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ, ഈ വനംവകുപ്പ് നിയമത്തിൽ തന്നെ പറയുന്നല്ലോ, ഉത്തമ വിശ്വാസത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു നടപടിയും അത് നിയമപരമായ ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടതല്ല. ഇത് നിങ്ങളൊന്ന് കാണിക്കുന്നു സാർ. ഞങ്ങൾ സമരമല്ലാതെ മറ്റെന്ത് മാർഗമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്? ഞങ്ങൾ സമരം ഈ ഗവൺമെന്റിനെതിരെ ഞങ്ങൾ ബദൽ മാർഗവുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ, കാരണം കഴിഞ്ഞ 8 വർഷമായി 8.5 വർഷമായി കേരളം ഭരിക്കുന്നത് നിങ്ങളാ. നിങ്ങളുടെ ഭരണകാലത്താണ് ഈ വന്യജീവി ആക്രമണം ഇതുപോലെ പെരുകിയിട്ടുള്ളത്. മുജീബ് പറയട്ടെ, കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് ഇതുണ്ടായിരുന്നു ഇതുപോലെ പെരുകിയിട്ടുള്ളത്. പ്രിക്വേഷണറി മെഷറുകൾ എന്താണ് നിങ്ങൾ എടുക്കുന്നത്? നിങ്ങളൊന്നും എടുക്കുന്നില്ല. മന്ത്രി പറയുക, ഞാൻ വനംവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത് കൊണ്ടാണോ ഇവിടെ കാട്ടാന നാട്ടിലിറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ മന്ത്രിയായിട്ടിരിക്കുന്നതിൽ അർത്ഥം എന്താണ്? ഇവിടെ താമരശ്ശേരി ബിഷപ്പും മറ്റ് ബിഷപ്പുമാരും ഒക്കെ പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായാൽ ആ വീഴ്ച ഞാൻ താങ്കളിലേക്ക് വരെ. ഇപ്പോൾ പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ കൂടി ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ, ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDFന്റെ ഒരു സമരയാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ ഇവിടെ UDF ഉന്നയിക്കുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വാർത്തകളിൽ നിറയുന്നുണ്ട് ഈ വന്യജീവി ആക്രമണങ്ങൾ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. അത് മന്ത്രി പറയുന്നത് പോലെ അദ്ദേഹം മന്ത്രി ആയതുകൊണ്ടാണോ മൃഗങ്ങൾ ഇറങ്ങി വരുന്നത് എന്ന ചോദ്യം യുക്തിക്ക് നിരക്കുന്നതല്ല. പക്ഷേ ഇറങ്ങി വരാതിരിക്കാൻ പറ്റുന്ന നടപടി സ്വീകരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അവിടെ പരാജയപ്പെടുന്നുണ്ടോ സർക്കാർ സംവിധാനങ്ങൾ? അതുകൊണ്ടാണോ ഈ ജീവൻ നഷ്ടപ്പെടുന്നത് തുടർച്ചയായി ജനങ്ങൾക്ക്? വന്യജീവികൾ വനത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നത് തികച്ചും സ്വാഭാവികമാണ്. കാരണം വനത്തിന് പുറത്തു വന്നാൽ അതിനെ തടയാനോ അതുങ്ങളെ ഭയപ്പെടുത്തി വിടുവാനോ ആരുമില്ലാത്തപ്പോ അവര് കാണുന്നതും കിട്ടുന്നതും നോക്കി അവർ ഇറങ്ങിപ്പോകും എന്നുള്ളത് വളരെ കൃത്യതയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വനത്തിനകത്ത് വന്യജീവികൾക്ക് നിൽക്കാൻ മേലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വനത്തിനകത്ത് വന്യജീവികൾ നിൽക്കേണ്ട സ്ഥലത്ത് മുഴുവൻ വാണിജ്യ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച്, അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യത്തു നിന്നുള്ള സസ്യങ്ങളൊക്കെ വളർന്ന് അവിടെ വന്യമൃഗങ്ങൾക്ക് നിൽക്കാൻ മേലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പൊ ശരിക്കും നിയമം ഇവിടെ നടപ്പാക്കണം. ഈ വനസംരക്ഷണ നിയമത്തിലെ 11A, B, 12 വകുപ്പുകൾ ഉപയോഗിക്കാൻ കേരള സർക്കാർ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ആ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ നിയന്ത്രിക്കാം എന്ന് കേന്ദ്ര വനമന്ത്രി പറഞ്ഞപ്പോഴും നമ്മുടെ വനംവകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരെ തടയുകയാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യരുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടി നമ്മുടെ പോലീസ് ആക്ടിൽ നിയമങ്ങളുണ്ട്. ഇന്ത്യൻ പോലീസ് ആക്ട് ഉണ്ട്. ജീവന സ്വത്തിന് സംരക്ഷണം തടസ്സപ്പെടുത്തിയാൽ അവരെ തടവിൽ വെക്കുന്നതിനും അതല്ലെങ്കിൽ അവരെ കൊല്ലുന്നതിനും വരെയുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആ നിയമം ഇവിടെ ഉപയോഗിക്കാത്തത്? മാവോയിസ്റ്റുകളെ വെടിവെക്കാം, പക്ഷേ കാട്ടാനയെ വെടിവെക്കാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഭരണഘടനാപരമായ പ്രാഥമിക ഉത്തരവാദിത്വം ഗവൺമെന്റ് നിർവഹിക്കണം. അത് മനുഷ്യന്റെ അവകാശമാണ്. വനത്തിനകത്ത് വന്യജീവികൾക്ക് അവകാശമുണ്ട്. വനത്തിന് പുറത്തും വന്യജീവികൾക്ക് അവകാശം കൊടുത്താൽ പിന്നെ മനുഷ്യൻ എവിടെ അവകാശം വരും? മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഇല്ലെന്നാണ് ഈ വനംവകുപ്പ് മന്ത്രി പറയുന്നത്. ഒരു വന്യജീവി മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കുന്ന മനസ്സിലാക്കാൻ അവിടെയാണ് മന്ത്രി പറയുന്നത്. ഈ കേന്ദ്രത്തിന്റെ പല നിയമങ്ങളും അത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നാണ് മന്ത്രി ആവർത്തിക്കുന്നത്. മന്ത്രിയുടെ ആ ആവർത്തനം യാതൊരു യുക്തിയും ഇല്ലാത്തതാണ്. ഇവിടെ ഇതിനേക്കാൾ വനങ്ങളുള്ള പ്രദേശം
ഞാൻ അവിടെ പോയതാണ്. അവരവിടെ പറഞ്ഞത് വനത്തിന് പുറത്ത് വന്യജീവി ഇറങ്ങി അവിടുത്തെ ഫോറസ്റ്റുകാരൊന്നും ഞങ്ങളെ വെടിവെക്കാതെ പിടിച്ചോണ്ട് പോകുന്നതാണ് പറഞ്ഞത്. അവിടെ വലിയ വലിയ റിസർവുകളുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിൽ അല്ല, അവിടെ ഞാനൊന്ന് ഇടപെടുന്നത് നമുക്കത് യുക്തിപൂർവ്വം മാത്രമേ ചർച്ച ചെയ്ത് പോകാനും സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാനത് ആവർത്തിച്ച് പറഞ്ഞതാണ്. ഈ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഒരു പക്ഷേ താങ്കൾ ഈ അസമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിൽ പരാതി ഉയരുന്നു എന്നുള്ളതും ഒരു ഘടകമാണല്ലോ ശ്രീ ജോസൂട്ടി. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എന്ത് വിഷയം വന്നാലും രണ്ട് അഭിപ്രായം ഉള്ളവരുണ്ടാകും, നിയമപരമായി ഇതിനെ നേരിടുന്നവരുണ്ടാകും. അപ്പോൾ ഒരു ആനയെ വെടിവെച്ചാൽ, ആനയുടെ വെടി വെക്കുമ്പോൾ അതിൻ്റെ എണ്ണം കൂടിപ്പോയാൽ, മയക്കുവെടിയുടെ എണ്ണം കൂടിപ്പോയാൽ പരാതി പറയുന്നവർ ഉണ്ട്, തെരുവുനായിയുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്നവർ ഉണ്ട്. ഇവിടെ കടുവയെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെങ്കിൽ പോലും കടുവയെ വെടിവെച്ചാൽ അതിന് കേസ് നൽകും എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പരാതികൾ ഉയരുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നിന്നാകാം അധികം. ആയിക്കൊള്ളട്ടെ, പരാതികൾ ഉയരട്ടെ. ഇപ്പൊ തമിഴ്നാട്ടിൽ അരിക്കൊമ്പനെ വിട്ടപ്പോൾ അവിടെ നിന്നല്ലേ പരാതി പോയുള്ളൂ. പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിയമപരമായ വകുപ്പുകൾ കൂടി ഉള്ളപ്പോൾ പരാതികളെ കുറിച്ച് പേടിക്കേണ്ടതില്ല. പക്ഷെ ഇതിന് പ്രസക്തമാകുന്ന പ്രശ്നം അതല്ല. ഈ പരാതികൾ പലപ്പോഴും വളരെ ഫാബ്രിക്കേറ്റഡ് ആയി മുൻകാലങ്ങളിൽ പരിസ്ഥിതി സംഘടനകളുടെയും തീവ്ര പരിസ്ഥിതിവാദികളുടെയും കേസുകൾ വാദിച്ചിരുന്ന ഓഫീസുകളിൽ നിന്നും ജഡ്ജിമാരായവർക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കേസുകൾ വാദിച്ചിരുന്ന ജഡ്ജിമാരുടെയോ ഓഫീസുകളിൽ എത്തത്തക്ക രീതിയിൽ ഫാബ്രിക്കേറ്റഡ് ആയി ഇവിടെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ജനത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ യാതൊരുവിധ ന്യായീകരണങ്ങളും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് പരാതികൾ വരട്ടെ, പരാതികൾ വരുമ്പോൾ പരാതികളെ നേരിടേണ്ട രീതിയിൽ നേരിടണം. പരാതികൾ കോടതിയിൽ തോറ്റു കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രോസിക്യൂട്ടർമാരെയും ആൾക്കാരെയും പറഞ്ഞു വിട്ടാൽ അതൊരിക്കലും ശരിയാവില്ല. ഇവിടെ ശരിക്കും ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന തരത്തിൽ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ആ ഗൂഢപ്രവർത്തനത്തെ അതേ രീതിയിൽ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇവിടുത്തെ പ്രതിപക്ഷം ആ കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ അവർ ഭരണത്തിൽ വരുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. ഇവിടെ നക്കാപ്പറ്റിയ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ് ഇത്. അല്ല, പ്രതിപക്ഷം ഈ സമരവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സമരമൊക്കെ ആ സമരത്തിന്റെ വകുപ്പുകൾ ഓരോന്നോരോന്നും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ 11A-B വകുപ്പുകൾ ഉപയോഗിക്കണമെന്ന്? 11A-B വകുപ്പുകൾ ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവന്. താങ്കൾ എന്താണ് പറയുന്നത്? ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയല്ല, പ്രതിപക്ഷത്തിന്റെ സമരത്തോട് താങ്കൾക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നാണോ? പ്രതിപക്ഷത്തിന്റെ സമരം ഒരു തൽക്കാലം ജനത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾ ഓർക്കണം, വനത്തിൽ കഴിയേണ്ട വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിലെത്തി മനുഷ്യരെ കൊല്ലുകയോ കൃഷിനാശം വരുത്തുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം അതാത് പ്രദേശത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണെന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നതാണ്. എത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നടപടിയെടുത്തിട്ടുണ്ട്? എത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വനം അവിടെ ഇറങ്ങുന്നത്? പ്രതിപക്ഷം ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കോടതി വിധികൾ വെച്ചുകൊണ്ടിട്ട്? അതുപോലെ തന്നെ ഇവിടുത്തെ ജനത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വേറെ ആര് വരുമെന്നാണ് പറയുന്നത്? അപ്പൊ ഇവിടെ പ്രതിപക്ഷത്തിന് ഇതിനകത്ത് അത്യന്തമായ ഒരു അവഗണനയോ അല്ലെങ്കിൽ ഒരു നിസ്സംഗതയോ ഇക്കാര്യത്തിലുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇലക്ഷനൊക്കെ എടുക്കാറായപ്പോഴത്തേക്ക് ഒരു ജാഥ കൊണ്ട് നടന്നാൽ അതുകൊണ്ടൊന്നും ജനങ്ങളെ ഒന്നും പറ്റിക്കാന്ന് വിചാരിക്കേണ്ട. കൃത്യമായ നിലപാടെടുക്കണം മനുഷ്യരുടെ കാര്യത്തിൽ. ഒരു കാരണവശാലും ഒരു വന്യജീവി ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ ആക്രമിച്ചാൽ ഞാൻ തിരികെ ഇപ്പോൾ ശ്രീ സേനാപതി വേണു, എനിക്ക് സലീം മടവൂരിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ സമരത്തെക്കുറിച്ച് കൂടി ജോസ് കുട്ടി പറഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന്. അല്ല, ജോസ് കുട്ടി സാറ് എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വൈകാരികമായി പറഞ്ഞൊരു കാര്യം, അത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ സമരത്തിന് വീര്യം പോരാ, ഇല്ലെങ്കിൽ അതിന് ഊർജം പോരാ എന്നുള്ളതാണ്. അത് ഞങ്ങളും ഉൾക്കൊള്ളുന്നു. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ ഞങ്ങൾ നടത്തുന്ന സമരം, ആ സമരത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം. കാരണം ഇപ്പോൾ ഇതിനെ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി, കാരണം ഈ ഗവൺമെന്റ് നിഷ്ക്രിയമാണ്. അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ച കാര്യമാണല്ലോ പ്രൊഫസർ ജോസൂട്ടി ഒഴികയിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ വനനിയമത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇനിയിപ്പോ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? വനനിയമത്തിൽ കേന്ദ്രം കാതലായ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ വന്യജീവിയെ വെടിവെക്കണം എന്നുള്ള ഉത്തരവ് കൊടുക്കുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? അതോ കേന്ദ്രം ഈ നിയമം മാറ്റിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വന്യജീവിയെ കയറി വെടിവെക്കാവുന്നുള്ള ഉത്തരവ് കിട്ടുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? അത് പരിമിതമായി ഈ നിയമത്തിൽ നിന്നുകൊണ്ട്, ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ഇപ്പോ കേരളത്തിൽ നിന്നുള്ള MP-മാരും വയനാട്ടിൽ നിന്നുള്ള MP അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നു.
അത് പടിപടിയായി അതിന്റെ നിയമ നടപടികൾ അല്ലെങ്കിൽ പരിഷ്കരണത്തിലേക്ക് വരട്ടെ. പക്ഷേ ഒരു വീടിന് തീ പിടിക്കുമ്പോൾ നാട്ടിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്നുള്ള വാദമാണോ വരേണ്ടത്? അതല്ലല്ലോ. ആ വീട്ടിലെ തീ കെടുത്താനായി എവിടെ നിന്നാണോ വെള്ളം കിട്ടാനുള്ളത്, ആരുടെ പറമ്പിലാണോ കുഴിയുള്ളത്, കുളമുള്ളത്, അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരിക എന്നുള്ളതല്ലേ. ഇപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ഗവൺമെന്റിന്റെ പരിമിതമായ ആയുധം ഞങ്ങൾ ഇതാ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇനി കേസ് വന്നെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ഇതുവരെ കേരളത്തിൽ വന്യജീവിയെ വെടിവെച്ചു കൊന്നു എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ വന്യജീവിയെ ആക്രമണത്തെ തടയുന്നതിന് നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ഏത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ശ്രീ സലീം മടവൂർ കേസുള്ളത്? നമുക്കൊന്ന് ഞാനും വലിയ കോടതികളിലൊന്നും പ്രാക്ടീസ് ചെയ്യുന്നല്ലെങ്കിലും 4 നൂറ്റാണ്ടായി ഒരാളാണ്. അപ്പൊ നമുക്കൊന്ന് ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ ഏത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് വന്യജീവി നാട്ടിലിറങ്ങിയതിനെ അതിനെ വെടിവെച്ചോ അല്ലെങ്കിൽ കൊല്ലാനോ പിടിച്ചിട്ടാണോ നടപടി സ്വീകരിച്ചത്? ഞാൻ സമയപരിമിതി മൂലമാണ് എനിക്ക് 2 അതിഥികളിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. സേനാപതി വേണു, ശ്രീ സലീം മടവൂർ, ഇവിടെ ഇത് രാഷ്ട്രീയമായി തന്നെ കണ്ടുകൊള്ളൂ. അപ്പോഴും നമുക്കറിയാം കേരളത്തിന്റെ പ്രത്യേകത 14 ജില്ലകൾ ഉള്ള സംസ്ഥാനമാണ്, 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഈ ആലപ്പുഴ, തൃശ്ശൂർ പോലെയുള്ള മേഖലയൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്ക് വനപ്രദേശമില്ല എന്ന് പറയാമായിരുന്നു. ഇനി അത് സാങ്കേതികമായി പറയാൻ പറ്റാത്ത റിസർവ് വനങ്ങളുടെയൊക്കെ പട്ടികയിലേക്ക് പല പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് 14 ജില്ലകളിലും തന്നെ വനമേഖലയുണ്ട്. അപ്പോൾ 140 മണ്ഡലങ്ങളെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ തുടർച്ചയായി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. അവിടെ ശ്രീ ജോസുകുട്ടി സൂചിപ്പിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണും, ഇത്രയും പോരായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നാണ്. ഇതിപ്പോൾ ഈ രാധയുടെ മരണത്തെ തുടർന്നുണ്ടാക്കിയ ഒരു സമരമല്ല, ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രതിഷേധം ആണ്. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ പ്രതിപക്ഷത്തെ പോലെ ഭരണപക്ഷത്തിനെതിരെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് അത് രാഷ്ട്രീയമായൊരു നേട്ടം കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ ശ്രീ സലീം മടവൂർ? അത് അഭിലാഷേ, ഇവിടെ ഒരു കാര്യം അത് സേനാപതി ഒക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയെങ്കിലും അടുത്ത കാലത്ത് നരഭോജി കടുവയെ അല്ലെങ്കിൽ മൃഗങ്ങളെ വെടിവെച്ച് കൊന്ന ഒരു കഥ പറയാൻ സാധിക്കുമോ? ഇല്ല. എവിടെയും വെടിവെക്കുന്നില്ല. വെടിവെച്ചൊരു കഥ പറഞ്ഞാൽ എനിക്ക് എവിടെയും വെടിവെക്കുക. എന്തുകൊണ്ട്? കേന്ദ്ര നിയമം തടസ്സമായിട്ട് നിൽക്കുകയാണ്. 1972 കോൺഗ്രസ് ഈ രാജ്യത്ത് രൂപീകരിച്ച നിയമം ഇവിടെ മൃഗങ്ങളെ വെടിവെക്കുന്നതിന് തടസ്സമാണ്. ഇനി ഇദ്ദേഹം പറയുന്നു ഇപ്പോഴാണ് കൂടിയത്. ഞാൻ ചോദിക്കാൻ നേരത്തെ പരാമർശിച്ചു. 2011 113 അക്രമങ്ങൾ ഉണ്ടായി, മരണം ഉണ്ടായി. 2012 146, 2013 126, 2014 135, 2023 24 വെറും 76 ഉണ്ടായത്. 76 അക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയട്ടെ അതേപോലെ കർണാടകയിൽ, കേരളത്തിൽ 35, 2021 20 35 പേരാണ് മരിച്ചിരിക്കുന്നത് വന്യമൃഗ ആക്രമണത്തിൽ. 2022 23 27 23 24 22. തൊട്ടടുത്ത കർണാടകയിൽ 27 ആള്, 2021 22 27 ആളുകളും 2022 23 29 ആളുകളും ഈ 2023 24 48 പേരായി. പിന്നെ 8 പേര് അതിന്റെ പുറമെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. കർണാടകയിലെ കോൺഗ്രസിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഉൾവനത്തിനകത്ത് വെച്ചാ ഈ പുറത്തു വെച്ചല്ല. അല്ലല്ല, എല്ലാ ഉൾവനല്ല. എവിടെ ഞാൻ ചോദിക്കട്ടെ? അല്ലല്ല, ഭൂരി ആയിക്കോട്ടെ, ഒന്നതിൽ പുറത്തുണ്ടല്ലോ. ഒന്നെങ്കിൽ ചോദിക്കട്ടെ, അല്ല ആയിക്കോട്ടെ, നിങ്ങൾ ഭൂരിപക്ഷം പറയട്ടെ, ഒന്ന് പുറത്തുണ്ടല്ലോ, ഇതിൽ ഒന്നൊക്കെ പുറത്തുണ്ടല്ലോ. നിങ്ങൾ ആ വാദത്തിന് സംബന്ധിച്ചാൽ ഒന്നൊക്കെ പുറത്തുണ്ടല്ലോ. ആ കടുവയെ വെടിവെച്ചോ, ആനയെ വെടിവെച്ചോ? വെറുതെ ഇവിടെ വന്ന് മാത്രം രാഷ്ട്രീയം പറയാം. ഇവിടെ ഈ ഗവൺമെന്റിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ മരണം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ പറയും പിന്നെ മരണം ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ അതുപോലെയുള്ള ഏർപ്പാട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് ഇവിടെ മനസ്സിലാക്കുന്ന ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് നാളെ വനം വകുപ്പ് മന്ത്രി അവിടെ വന്നുകൊണ്ട് നേരിട്ട് ആവശ്യമായുള്ള നടപടി സ്വീകരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ രാധേശ്വര മരണത്തിൽ വേദനിക്കുകയാണ്. ആരാണ് ഇതിൽ സംതൃപ്തിപ്പെട്ടത്? എല്ലാവരും വേദനിക്കുകയാണ്. അതിനാ മന്ത്രി നേരിട്ട് വരുന്നത്, നടപടിയെടുക്കുന്നു, നിയമപരമായി പിൻബലമില്ലാതെ ഉത്തരവെടുക്കുന്ന ഉദ്യോഗസ്ഥരോട്. അതിന്റെ ഉത്തരവാദിത്വം വൈൽഡ് ലൈഫ് വാർഡന്മാരും അതിന് ചീഫ് വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ മന്ത്രിയും ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവിടാൻ നിർദ്ദേശിച്ചത് പരസ്യമായിട്ട് മന്ത്രിയാണ്.
മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ഉത്തരവിടുന്നു. അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരോട് വെടിവെക്കാൻ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെതിരെ ഈ വിമർശനം നടത്തിക്കൊണ്ട് ജാഥ നടത്തിയാണ്. ആ ജാഥ നിർത്തിക്കൊണ്ട് അടിയന്തരമായി പിന്മാറാവേണ്ടത്. UDF അടിയന്തരമായി ജാഥ നിർത്തണം. UDF ജാഥ നിർത്തണം. അറിയാമോ? UDF ജാഥ നിർത്തിക്കൊണ്ട് മന്ത്രിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ മന്ത്രി നിർദ്ദേശം കൊടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഉത്തരവിടാൻ വേണ്ടി മന്ത്രി നിർദ്ദേശം കൊടുത്തു. സ്വാഭാവികമായ ഒരു കേസ് വന്നാൽ മന്ത്രി അതിൽ പ്രതിയാകുമല്ലോ. അത് പ്രകാരം മന്ത്രി ഇട്ടിരുന്ന സമയത്ത് ആ കേസ് വന്നു. കേസ് എന്തായാലും സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ വന്യജീവി ആക്രമണം സർക്കാരിനെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതിൽ 81% പ്രേക്ഷകരും സർക്കാരിനെ പരാജയപ്പെടുത്തും, അതായത് സർക്കാരിന് വെല്ലുവിളിയാകുന്ന ഒരു വിഷയമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ജനങ്ങൾ പറയുന്നത് 81% ഇത് സർക്കാരിനെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വിഷയമായി മാറുന്നുണ്ട് എന്നാണ്. 15% പ്രേക്ഷകർക്കാണ് എതിര് അഭിപ്രായം ഉള്ളത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ സലീം മടവൂർ ഒപ്പം ശ്രീ സേനാപതി വേണു, ഈ ചർച്ചയുടെ ഭാഗമായ മുജീബിന്റെ മുഖം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരു നിസ്സംഗത, അതാണ് ഈ സാധാരണക്കാരനായ മലയോര മേഖലയിൽ ജീവിക്കുന്ന ശരാശരി മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ. മുജീബിനെ പോലെയുള്ളവർക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ ആ മേഖലയിൽ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണകൂടവും പ്രതിപക്ഷവും ഒരുപോലെ മനസ്സ് കാണിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചർച്ച അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.